സംഘടനയ്ക്ക് ലഭിക്കും. നേരിട്ട് കർഷകരല്ല, നമ്മുടെ കർഷക സംഘടനയ്ക്കാണ് പറഞ്ഞത്. അപ്പൊ ഈ പ്രീമിയം ഇത് വെച്ചിട്ടും നമുക്ക് പലതരത്തിലുള്ള പ്രോജക്റ്റുകളും കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് പൊതുയോഗം കൂടുമ്പോൾ ഓൾറെഡി നിങ്ങൾ എല്ലാവരും ചെയ്യണുണ്ടോ? ഈ പ്രീമിയം തുക വെച്ച് എന്തൊക്കെ പ്രോജക്റ്റ് ആണ് നമുക്ക് ചെയ്യാൻ പറ്റുക, എങ്ങനെ വേണോ അത് വിനിയോഗിക്കാൻ, അതെല്ലാം കർഷകർക്ക് ഉപയോഗിക്കാം. ആ രീതിയിലൂടെയാണ് ഫെഡറേഡ് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. അതാണ് രണ്ടാമത്തെ ഈ ഫെഡറേഡ് എന്നുള്ള ഈ സർട്ടിഫിക്കേഷന്റെ ഗുണം. മൂന്നാമതായിട്ട് എംപവർമെന്റ്, അതായത് ഈ മിനിമം പ്രൈസും ഈ പ്രീമിയത്തിനും പുറമെ പലതരത്തിലുള്ള ഡോണർ ഫണ്ടഡ് പ്രോജക്റ്റുകൾ, ട്രെയിനിങ്ങുകൾ, ക്ലാസ്സുകൾ, അതെല്ലാം നമ്മുടെ കർഷകർ അർഹരാവുകയാണ്, ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആണ്. അത്തരത്തിലൊരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്ന് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ട്രെയിനിങ് മാത്രമല്ല, പലതരത്തിലുള്ള എക്സ്പോഷർ വിസിറ്റ്. ഇപ്പോ സണ്ണി ചേട്ടൻ പറഞ്ഞ പോലെ ചിക്കമംഗളൂര് ഡ്രയർ, കോഫി ഡ്രയർ ഓരോ എസ്റ്റേറ്റുകളിൽ എങ്ങനെയാണ് ഉപയോഗിക്കണമെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ ചിക്കമംഗളൂരിൽ ആ ഒരു ഇതിൽ പോയത്. അതുകൂടാതെ നമ്മള് തൈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഫെഡറേറ്റിലൂടെ. ജാക്ക് ഫ്രൂട്ട് ആണെന്ന് തോന്നുന്നല്ലേ അതിനുള്ള ഈ വർഷം കോഫി അതുകൂടാതെ നമുക്ക് ഈ വർഷം വീണ്ടും കോഫി സീഡ്ലിങ്സ് ഒക്കെ സപ്ലൈ ചെയ്യേണ്ട. അതുപോലെ ഈ മിനിമം പ്രൈസും പ്രീമിയത്തിന് പുറമെ ബാക്കി വിദേശത്തുനിന്ന് എല്ലാം വരുന്ന പലതരത്തിലുള്ള ഫണ്ടുകൾ വെച്ചിട്ട് നമ്മൾ അതും കർഷകരുടെ എംപവർമെന്റിന് വേണ്ടി യൂസ് ചെയ്യും, ഇതുപോലുള്ള ട്രെയിനിങ്ങുകൾ ഉൾപ്പെടെ. നാലാമതായിട്ടുള്ളത് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആയിട്ട് വിദേശ രാജ്യങ്ങളിൽ വിറ്റയക്കപ്പെടുമ്പോൾ ഈ ഒരു സീല്, ഇതിന്റെ നടുക്ക് സീല് കാണാം, അതാണ് ഫെഡറേറ്റ് ഷർട്ടിലും ഉണ്ട് ആ സീല്. ഇതാണ് ഫെഡറേറ്റിന്റെ സർട്ടിഫൈഡ് ആണെന്നുള്ള സീല്. ഈ സീല് ഉള്ള പ്രൊഡക്റ്റുകൾക്ക് മാർക്കറ്റിൽ കുറച്ചും കൂടി ഡിമാൻഡ് ഉണ്ട്. ഇത് ഈ വിദേശ രാജ്യങ്ങൾ, എസ്പെഷ്യലി യൂറോപ്പ്, US പോലുള്ള രാജ്യങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റ് നോക്കി വാങ്ങുന്ന ഒരു തരം ഉപഭോക്താക്കളുണ്ട്. ഈ സീലുള്ള പ്രൊഡക്റ്റുകൾക്ക് വില കൂടുതലായിരിക്കും സാധാ പ്രൊഡക്റ്റിൽ, എന്നാലും അത് ഫെഡറേഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ട് എക്സ്ട്രാ പൈസ കൊടുത്തും വാങ്ങുന്ന കൺസ്യൂമേഴ്സ് ഉണ്ട്. അപ്പൊ അതുമൂലം നമ്മളുടെ പ്രൊഡക്റ്റിന് ഒരു എക്സ്ട്രാ മാർക്കറ്റും ആയിട്ടാണ് ഈ ഫെഡറേഡ് സർട്ടിഫൈഡ് ആവുന്നത് മൂലം. പിന്നെ അവസാനം പാർട്ണർഷിപ്പ് ഫോക്കസ്ഡ് ഓൺ നീഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഫെഡറേഡ് അലയൻസ് എന്നുള്ള ഈ സംഘടനയ്ക്ക് ഒരു പൊതുയോഗമുണ്ട്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആയത് മൂലം നിങ്ങൾ ഈ ഫെഡറേഡിന്റെ ഒരു വലിയ സംഘടനകളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാവുകയാണ്. ഞങ്ങൾക്കും അപ്പൊ അതുപോലുള്ള പൊതുയോഗങ്ങളുണ്ട് എല്ലാ 3 വർഷവും. അതിൽ എലക്ഷൻ നടക്കും, എലക്ഷനിൽ ബോർഡ് ഉണ്ട്. അപ്പൊ ഒരു സാധാരണ കർഷകർക്കോ കർഷക സംഘടനക്കോ ഒരു അന്താരാഷ്ട്ര തലത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പ്രകടിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമും അതുമൂലം ലഭിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ എലമെന്റ്സിലെ ടോമി സാർ ഒരു അടുത്ത് നാപ്പിന്റെ ബോർഡിലുണ്ടായിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിലൊരു സക്സസ് സ്റ്റോറി എന്ന് പറയാനുള്ളത്, ഇപ്പോൾ നമ്മുടെ ബോർഡ് മെമ്പർ ആയിട്ടുള്ളത് ഒരു ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എസ്റ്റേറ്റ് ഉണ്ട് ഊട്ടിയിൽ, യുണൈറ്റഡ് നീൽഗിരീസ് എന്ന് പറഞ്ഞത്. അപ്പൊ അവിടുത്തെ ഒരു സാധാരണ ഒരു വർക്കർ സുനിത എന്ന് അവരുടെ പേര്, അവര് നോർത്ത് ഇന്ത്യ ജാർഖണ്ഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഇവിടെ ജോലി ചെയ്യുന്ന ഒരു സാധാ വർക്കറാണ്. നമ്മുടെ ബോർഡിൽ അതുപോലെ ഈ വർക്കേഴ്സിന് ഒരു പോസ്റ്റ് ഉണ്ട്. കഴിഞ്ഞ എലക്ഷനിൽ അവര് ജയിച്ചപ്പോൾ നമ്മള് ഫെഡറേഡിന്റെ ബോർഡ് മെമ്പർ ആണ്. അപ്പൊ നമ്മൾ ഫെഡറേഡിന്റെ മീറ്റിങ്ങുകൾ പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ വെച്ചാണ് നടക്കാറ്. ജർമ്മനിയിലും ബോണിലൊക്കെ വെച്ചാണ്, സിംഗപ്പൂരൊക്കെ വെച്ചാണ് നടക്കാറ്. അപ്പൊ അതിലെല്ലാം ഫെഡറേഡിനെ റെപ്രസെന്റ് ചെയ്ത് അവര് യാത്ര ചെയ്യും. ഒരു സാധാരണ ഒരു തേയില തൊഴിലാളിയാണ്. പക്ഷെ അങ്ങനെ ഒരു സാധാരണ തേയില തൊഴിലാളികൾക്കും അവരുടെ പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ റെപ്രസെന്റ് ചെയ്യാനുള്ള ഒരു അവസരവും ആ ഒരു സംഘടന ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആയതുകൊണ്ട് കിട്ടുകയാണ്. അതാണ് 5ാമത്തെ പ്രധാനപ്പെട്ട ഗുണം. ഞാൻ ഒരിക്കൽ കൂടി ഒന്ന് ചുരുക്കി പറയാം. ആദ്യത്തത് ഒരു സ്റ്റേബിൾ മിനിമം പ്രൈസ്. നമ്മുടെ പ്രൊഡക്റ്റുകളുടെ വില മാർക്കറ്റിനേക്കാളും താഴെ വന്നാലും ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആയത് മൂലം നമുക്കൊരു മിനിമം പ്രൈസ് കിട്ടും. രണ്ടാമത് അതിന് പുറമെ ഒരു പ്രീമിയം എമൗണ്ട് നമ്മുടെ സംഘടനയ്ക്ക് ലഭിക്കും. ഈ ഫെഡറേറ്റ് സാധനങ്ങൾ ട്രേഡ് ചെയ്യുന്നത് മൂലം ആ പ്രീമിയം ഉപയോഗിച്ച് നമ്മുടെ സംഘടനയുടെ ഡെവലപ്മെന്റിന് പലതരത്തിലുള്ള പ്രോജക്റ്റുകൾ ചെയ്യാൻ പറ്റും. മൂന്നാമത് ഇത് രണ്ടിനും പുറമെ പലതരത്തിലുള്ള പ്രോജക്റ്റുകളും ഡോണർ ഫണ്ടുകളും വരും. അത് വെച്ച് പലതരത്തിലുള്ള പ്രോജക്റ്റുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും എല്ലാം നമ്മുടെ സംഘടനയ്ക്ക് ലഭിക്കും. നാലാമതായിട്ട് നമ്മുടെ സംഘടനയുടെ സെയിൽസ്, എക്സ്പോർട്ടിനുള്ള സെയിൽസിന് കൂടുതൽ മാർക്കറ്റ് കിട്ടും. കാരണം ഫെഡറേറ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾക്ക് ഒരു എക്സ്ട്രാ മാർക്കറ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ സെയിൽസ് കൂടാൻ സഹായിക്കും. പിന്നെ അവസാനം പാർട്ണർഷിപ്പ് ഫോക്കസ്ഡ് ഓൺ നീഡ്സ്, അതായത് ഒരു കർഷകരെ ഒരു പുതിയൊരു പ്ലാറ്റ്ഫോം കിട്ടുകയാണ്. അതായത് നമ്മുടെ പ്രശ്നങ്ങൾ ഇത് ചെയ്യാം.
അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫെയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് മൂലമുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ. ഇനി അടുത്തത് എങ്ങനെയാണ് ഈ ഫെയർ ട്രേഡ് എന്നുള്ള മൊത്തം നമ്മൾ പറയണ ഇത് ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലാണ് കൂടുതൽ ഫെയർ ട്രേഡിന്റെ മാർക്കറ്റുകൾ. ഇനി അടുത്തതായിട്ട് ഫെയർ ട്രേഡിന്റെ ഈ സീലാണ്. അതായത് ഫെയർ ട്രേഡ് പ്രൊഡക്റ്റുള്ള തന്നെ ആ ഒരു മാർക്ക്, ഇതിന്റെ ഒരു മീനിങ് ഉണ്ട്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്തായിട്ടാണ് മനസ്സിലാവുന്നത്? എന്തെങ്കിലും രൂപം അതിന് മനസ്സിലാക്കിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു ആള് കൈ ഉയർത്തുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇത് അയാളുടെ തല, ഇത് കൈ, ഇത് ബോഡി. ഒരാളിങ്ങനെ കൈ ഉയർത്ത് നിൽക്കുന്നതായിട്ടാണ് ആ ലോഗോ അവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ ഇതില് 3 നിറങ്ങളാണ് ഉള്ളത്. ഒന്ന് ബ്ലൂ, പിന്നെ മറ്റേത് യെല്ലോ ആയിട്ടാണ് കാണുന്നത്, ശരിക്കും ഗ്രീൻ കളറാണ്, പിന്നെ ബ്ലാക്ക്. ഇതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ ഈ ബ്ലൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉപഭോക്താക്കളാണ്, അതായത് കൺസ്യൂമേഴ്സ്. ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൈയുടെ കളർ. അപ്പൊ അവരുടെ ആസ്പിറേഷൻസ്, ആഗ്രഹങ്ങൾ. പിന്നെ നമുക്കൊരു അതൊരു നോർത്ത് ഭാഗത്തായിട്ടാണ്, ലോകയുടെ നോർത്ത് ഭാഗത്തായിട്ടാണ് ബ്ലൂ കളർ ഉള്ളത്. കാരണം നമ്മുടെ ഉപഭോക്താക്കൾ കൂടുതൽ വരുന്നത് ഗ്ലോബൽ നോർത്ത് എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളിലാണ്. പിന്നെ അതുപോലെ അടിയിലുള്ള പച്ച ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ഫാർമേഴ്സും. ഡെവലപ്പിംഗ് രാജ്യങ്ങളിലുള്ള നമ്മുടെ ഫാർമേഴ്സിനെ, അവരുടെ ഡിറ്റർമിനേഷൻ, അതൊക്കെയാണ് ഗ്രീൻ കളർ. അത് സൗത്ത് ഭാഗത്തായിട്ടാണ് വരുന്നത്. കാരണം ഗ്ലോബൽ സൗത്ത്, അതായത് ആഫ്രിക്ക, ഏഷ്യ, ലാറ്റിൻ അമേരിക്ക, ഇവിടെ ആണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് വരുന്നത്. പിന്നെ ഒരാള് കൈ ഉയർത്തി നിൽക്കുന്നത് ഒരു വിജയത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സൈനാണ്. അപ്പൊ ആകെ തുകയില് ഒരു ന്യായമായ അല്ലെങ്കിൽ ഒരു നിയുക്തമായ ഒരു വ്യാപാര വ്യവസ്ഥയിലൂടെ ഉപഭോക്താക്കൾക്കും ഉൽപാദകർക്കും ഒരു വിജയം കൊണ്ടുവരുന്ന ഒരു വ്യവസ്ഥ. അതാണ് ഫെയർ ട്രേഡ് സീലുകൊണ്ട് ആകെ തുകയിൽ ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എന്നാലും ജസ്റ്റ് പറഞ്ഞു. അതായത് ഈ ഫെയർ ട്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഒറ്റ സംഘടനയല്ല. ഫെയർ ട്രേഡ് ഒരു വ്യവസ്ഥയാണ്, ഒരു സിസ്റ്റമാണ്. അതിന്റെ അടിയിൽ പല സംഘടനകളുണ്ട്. അപ്പൊ ആ സംഘടനകൾ എന്തൊക്കെയാണ്, അവരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അതില് ആദ്യത്തെ ഓർഗനൈസേഷന്റെ പേരാണ് ഫെയർ ട്രേഡ് ഇന്റർനാഷണൽ. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ജർമ്മനിയിൽ ബേസ്ഡ് ചെയ്തിട്ടുള്ള സംഘടന, മെയിൻ സംഘടന ഈ ഫെയർ ട്രേഡ് ഇന്റർനാഷണൽ എന്നുള്ളത്. അവരുടെ ഉത്തരവാദിത്തങ്ങൾ വന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫെയർ ട്രേഡിന്റെ മിനിമം പ്രൈസ്, അതുപോലെ ഈ പ്രീമിയം പ്രൈസ്, അത് ആഗോളതലത്തിൽ എത്ര വേണമെന്ന് നിശ്ചയിക്കുന്നത് ഈ ഫെയർ ട്രേഡ് ഇന്റർനാഷണൽ ആണ്. അവരത് ചെയ്യുന്നത് കർഷകരുടെ അടുത്തുനിന്ന് സർവേ എടുക്കും, നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കാൻ എത്ര രൂപ ചെലവാകുന്നുണ്ട്, അങ്ങനെയുള്ള പോസ്റ്റുകൾ എടുക്കും, മാർക്കറ്റിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പഠിക്കും. അതെല്ലാം പഠിച്ചിട്ടാണ് അവർ ആ ഒരു വിലയിലോട്ട് എത്തുന്നത്. പിന്നെ അതുകൂടാതെ ഈ ഫെയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് എടുക്കാനായിട്ട് ഓരോ സംഘടനകളും പല നിർദ്ദേശങ്ങൾ പാലിക്കണം. അതിനെയാണ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്, ഫെയർ ട്രേഡ് സ്റ്റാൻഡേർഡ്സ്. ആ നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഫെയർ ട്രേഡ് ഇന്റർനാഷണൽ എന്ന ഈ സംഘടനയാണ്. ഇതാണ് മെയിൻ സംഘടന. പിന്നെ അതിന്റെ താഴെ വരുന്നത് പ്രൊഡ്യൂസർ സൈഡ്, അതായത് ഉൽപാദക സൈഡിൽ 3 സംഘടനകൾ തന്നെയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മെയിൻലി ഏഷ്യ, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, ഈ 3 ഭൂഖണ്ഡങ്ങളിലാണ് നമ്മുടെ കർഷകർ. നമ്മളെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് ആ ഓഡിറ്റിലൂടെ നമുക്ക് ഫെയർ ട്രേഡ് സർട്ടിഫിക്കറ്റ് തരണോ വേണ്ടോ, എല്ലാ കൊല്ലവും ഓഡിറ്റ് ഉണ്ടാവും. ഏതെങ്കിലും ഓഡിറ്റില് നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവര് സർട്ടിഫിക്കറ്റ് സസ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് സർട്ടിഫിക്കറ്റ് ഡീസെക്ട് ചെയ്യാനുള്ള അധികാരം ഫ്ലൂസെറ്റ് എന്നുള്ള ഈ സംഘടനയുണ്ട്. ഇത് ബാംഗ്ലൂര് ബേസ് ചെയ്യുന്ന ഓർഗനൈസേഷൻ. അന്താരാഷ്ട്ര തലത്തിലുള്ളതാണ്, പക്ഷെ ഇന്ത്യയിലെ ഒരു ഓഫീസ് വന്നത് ബാംഗ്ലൂരാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 3 ഇത് നെറ്റ്വർക്കുകളുടെ, പ്രൊഡ്യൂസർ നെറ്റ്വർക്കുകളുടെ ഒരു ഇതാണ്. അപ്പൊ 1707 പ്രൊഡ്യൂസർ സർട്ടിഫൈഡ് ആയിട്ടുള്ള സംഘടനകളുണ്ട്. ഇത് 2019 ആണ്. അതനുസരിച്ച് ഫെയർ ട്രേഡ് അലയൻസ് പോലെ ആഗോളതലത്തിൽ 1707 ഫെയർ ട്രേഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള സംഘടനകളുണ്ട് 75 രാജ്യങ്ങളിലായിട്ട്. അത് പ്രധാനമായിട്ട് വരുന്നത് ലാറ്റിൻ അമേരിക്ക, അതായത് ബ്രസീല്, അർജന്റീന, ബൊളീവിയ അതുപോലുള്ള രാജ്യങ്ങൾ തന്നെ സ്ഥലമുള്ള ലാറ്റിൻ അമേരിക്ക. പിന്നെ ആഫ്രിക്ക, അതായത് കെന്യ, സൗത്ത് ആഫ്രിക്ക, ഉഗാണ്ട, നൈജീരിയ, അങ്ങനെയുള്ള രാജ്യങ്ങൾ വരുന്നതാണ് ഫെയർ ട്രേഡ് ആഫ്രിക്ക. പിന്നെ നമ്മുടെ ഫെയർ ട്രേഡ് നെറ്റ്വർക്ക് ഓഫ് ഏഷ്യൻ പസഫിക്കിൽ വന്നത് ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ. പിന്നെ അതുകൂടാതെ പസഫിക് രാജ്യങ്ങളുണ്ട്. പസഫിക് എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെയും
ഓസ്ട്രേലിയന്റെ ഇടയിലുള്ള കുറെ ഐലൻഡുകളാണ്. ഫിജി, PNG, തിമോർ ലെസ്റ്റ്, അങ്ങനെ പല രാജ്യങ്ങളാണ്. അപ്പൊ അത് എല്ലാം വന്നത് ഫെഡറൽ നാപ്പ് എന്നുള്ള ഒരു സംഘടനയുടെ ഭാഗമായിട്ടാണ്. ഇത് ഫെഡറൽ നാപ്പിന്റെ കുറച്ചുകൂടി ഏതൊക്കെ രാജ്യങ്ങളാണ് വന്നത്? മൊത്തം 21 രാജ്യങ്ങളായിട്ട് 302 പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് ഉണ്ട്. കേരളത്തിൽ ഇപ്പോ നമുക്ക് മൊത്തം 11 ഉണ്ട്. വയനാട് ഒരു 6 ഉണ്ട്, ഇടുക്കിയിലൊരു 3 ഉണ്ട്, പിന്നെ അതുകൊണ്ട് കോയമ്പത്തൂർ, പൊള്ളാച്ചി അവിടെ ഒരു കോപ്പറേറ്റ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു സംഭവം. അങ്ങനെ കേരളത്തിൽ അത്രയുണ്ട്. ഇത് മൊത്തം ഉള്ളത് 302 ഓർഗനൈസേഷൻസ് ആണ്.